കക്കയത്ത് കാട്ടുപോത്താക്രമണത്തിൽ കൊല്ലപ്പെട്ട അബ്രഹാമിന്റെ 2 മക്കൾക്കും താൽക്കാലിക ജോലി നൽകുമെന്ന വനമന്ത്രി എ കെ ശശീന്ദ്രൻ. കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷമാണ് പ്രതികരണം. അടുത്ത മാസം 1 മുതൽ ജോലിയിൽ പ്രവേശിക്കാം. സ്ഥിരം ജോലി നൽകുന്നതിൽ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് മന്ത്രി അറിയിച്ചു. ഒരാൾക്കെങ്കിലും സ്ഥിരം ജോലി നൽകണമെന്ന് മകൻ ജോബിഷ് ആവശ്യപ്പെട്ടു. ആശ്വാസ നടപടികൾ എന്നുള്ള നിലയിലാണ് സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ സഹായധനം ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വേണമെന്നവരാവശ്യപ്പെട്ടിട്ടുണ്ട്. അത് തീർച്ചയായും ഗവൺമെന്റ് ഗൗരവത്തിൽ ആലോചിക്കാമെന്നാണ് ഇപ്പോൾ അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. അവർ ജോലി സംബന്ധിച്ച കാര്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യം ഇന്നും ഞങ്ങളിവിടെ ചർച്ച ചെയ്തു. സ്ഥിരം ജോലി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നിരവധി നിയമ നടപടികളുടെ ഭാഗമായി അത് നീണ്ടു പോകാൻ ഇടയുള്ളൊരു കാര്യമാണ്. അതിന് ഒരുപാട് തടസ്സമുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. അതുകൊണ്ട് ആ കുടുംബത്തിന് താല്പര്യമുണ്ടെങ്കിൽ ഏപ്രിൽ 1 തീയതി മുതൽ 2 ആൺമക്കൾക്കും താൽക്കാലിക ജോലി നൽകുന്നതിനുള്ള തീരുമാനം ഇപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനിടെ കൂരാച്ചുണ്ടിൽ വെച്ച് വനമന്ത്രി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. അഭിജിത്ത് മുഴക്കുന്ന ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, അങ്ങനെ ആ വീട്ടിലേക്ക് വനമന്ത്രി എത്തുന്നു, അതിനിടയിൽ പ്രതിഷേധവും, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, അല്പസമയം മുൻപാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ കൂരാച്ചുണ്ടിൽ കാട്ടുപോത്താക്രമണത്തിൽ കൊല്ലപ്പെട്ട എബ്രഹാമിന്റെ വീട്ടിലെത്തിയത്. എബ്രഹാമിന്റെ 2 മക്കളെയും വനമന്ത്രി സന്ദർശിച്ചു. പ്രധാനമായും ജോലിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് വനമന്ത്രി എബ്രഹാമിന്റെ മക്കൾക്ക് ഉറപ്പ് നൽകിയത്. അതായത് 2 മക്കൾക്കും ഏപ്രിൽ 1 മുതൽ വനം വകുപ്പിന് കീഴിൽ താൽക്കാലിക ജോലിയിൽ പ്രവേശിക്കാം. ആ സമയത്ത് മക്കൾ ഉന്നയിച്ച ഒരു പ്രധാന കാര്യം സ്ഥിരം ജോലി നൽകണം എന്നുള്ളതാണ്. പക്ഷേ ചില നിയമ തടസ്സങ്ങൾ, ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ സ്ഥിരം ജോലി നൽകുന്നതിലുണ്ട് എന്നുള്ള കാര്യമാണ് വനമന്ത്രി അവർക്ക് മറുപടിയായി നൽകിയത്. കൂടാതെ ഈ കാട്ടുപോത്താക്രമണത്തിന് ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്നുള്ള ഒരു ആവശ്യവും നാട്ടുകാരും വനമന്ത്രിയോട് ഈ ഒരു സമയത്ത് ഉന്നയിച്ചിരുന്നു. ഈ മേഖല, കാട്ടുപോത്ത് സ്ഥിരമായി ഇറങ്ങുന്ന മേഖല സർക്കാർ ഏറ്റെടുക്കുകയും തുടർന്ന് അതിന്റെ പ്രതിഫലം ഈ നാട്ടുകാർക്ക് നൽകുക എന്നുള്ളതാണ് നാട്ടുകാർ മുന്നോട്ട് വെച്ച ഒരു ആവശ്യം. കൂടാതെ ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി നാട്ടുകാരും എബ്രഹാമിന്റെ ബന്ധുക്കളും ഉന്നയിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലടക്കം നടപടി സ്വീകരിക്കാം എന്നുള്ളതാണ് വനമന്ത്രി ഇവർക്ക് നൽകിയ ഉറപ്പ്. ഇതിനിടെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധവും നമ്മൾ കണ്ടു. കൂരാച്ചുണ്ടിൽ വെച്ചാണ് മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ എബ്രഹാമിനെ ആക്രമിച്ച കാട്ടുപോത്തിനെ മയക്കുവെടി വെക്കുന്നതിനാവശ്യമായ നടപടികൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇന്നും തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് വൈകിട്ട് 5 മണി വരെ ഈ ഒരു ദൗത്യവുമായി വനം വകുപ്പ് മുന്നോട്ട് പോയിരുന്നു. പക്ഷേ കാട്ടുപോത്തിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇന്ന് ഡ്രോൺ അടക്കം ഉപയോഗിച്ചാണ് ഈ തെരച്ചിൽ നടത്തുന്നത്. കാസർഗോഡ് നിന്ന് അതിനായുള്ള സംഘം ഈ കക്കയത്തേക്ക് എത്തിയിട്ടുണ്ട്. ഡ്രോൺ ഉപയോഗിച്ച് കാട്ടുപോത്തിനെ നിരീക്ഷിച്ച് അതിനെ വെടിവെക്കുക എന്നുള്ളതാണ് നിലവിൽ വനം വകുപ്പിന്റെ ജോലി. അത് അല്പം ശ്രമകരവുമാണ്. കാട്ടുപോത്തിനെ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്, തിരിച്ചറിയേണ്ടതുണ്ട്. നിലവിൽ വനം വകുപ്പ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഉന്മേഷ്, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.